എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി ഇന്നലെ രാത്രി ഞാൻ മ്യൂണിക്കിൽ എത്തിയിട്ടോ. സമയം 2 മണിക്കൊക്കെയാണ് ഞാൻ എത്തിയത്. പിന്നെ കിടന്നപ്പോൾ തന്നെ 2:30 ആയി. സോ ഉറങ്ങി വന്നപ്പോഴേക്ക് 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ മ്യൂണിക്കിൽ നിന്ന് ഇന്ന് ഞാനിവിടെ ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് കുറച്ച് ലോങ്ങിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ട്. ഹായ് ഹായ്. ഇത് ആൻസ്. ഹലോ. നാട്ടില് തൃശ്ശൂര്. എങ്ങനെ പോകുന്നു ഇവിടുത്തെ ലൈഫെല്ലാം? ഓക്കെ. ഇത് കിരൺ. നാട്ടില് കോഴിക്കോട്. ഓക്കെ. അപ്പോ അവരുടെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായത്. കുറെ മലയാളീസ് ഉണ്ടല്ലേ ഇവിടെ? എല്ലാരും ഞാൻ വഴിയെ പരിചയപ്പെടുത്താം അല്ലേ? എല്ലാരും വർക്ക് ചെയ്യല്ലേ? അത് പഠിക്കുകയാണോ? 2 പേര് വർക്ക് ചെയ്യുന്നേ, ഫുൾ ടൈം വർക്ക് വിസയില്. ഞങ്ങള് 10 പേര് സ്റ്റുഡൻസ്. ഓക്കെ. സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് എയ്പ്സി എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് ഇവിടെ ബയേണിൽ തന്നെ. അവിടെ പോയിട്ട് ലേക്ക് ആണ്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ സുക്സ്വിസ്ക എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. ജർമ്മനിയുടെ ടോപ്പാണ്, മൗണ്ടൈൻ ആണ്, ആഡ്സ് ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാല് അതിന്റെ മേലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറ സൈഡ് സ്വിസ് കാണാം, ഇപ്പുറത്ത് ഓസ്ട്രിയ കാണാം, പിന്നെ ജർമ്മനിയും കാണാം. അപ്പൊ അതിന്റെ മേലെ പോണില്ല, അതിന്റെ താഴെയുള്ള ഒരു വലിയൊരു ലേക്കിന്റെ അവിടേക്കാണ് നമ്മൾ പോണത്. പിന്നെ ആൻസിന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? എന്റെ യൂട്യൂബ് ചാനൽ ഞാനിതുപോലെ ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്നതാണ്. ചാനലിന്റെ പേര് ആൻസ് അറക്കൽ എന്നാണ്. ലിങ്ക് കൊടുക്കാറുണ്ട്. അതെ അതെ. അപ്പൊ വേണ്ടവർക്കൊക്കെ കാണാം. ജർമ്മനിയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ വെർഷൻ എന്റെ വീഡിയോയിൽ കാണാം. അതെ അതെ. നമ്മളിപ്പോ ട്രെയിനിലാണോ പോകുന്നത്? എത്ര അവേഴ്സ് ഉണ്ട് അങ്ങോട്ട്? ഇവിടുന്ന് മ്യൂണിക്കിന്ന് 2.25 മണിക്കൂർ. സെൻട്രൽ സ്റ്റേഷനിൽ നമ്മള് ട്രെയിനിലാണോ പോകുന്നത്? ട്രെയിനിൽ പോയിട്ട് ഒരു ട്രെയിൻ എടുത്തിട്ട് ഗാർമിഷ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ്, ഒരു 10 മിനിറ്റ് ബസ് എത്തും. ഇവിടെ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡി ആണ്. ഫീസ് ലൈക്ക് 6 ഉം 8 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഞാനിപ്പോൾ എന്താ പറയുക, പാരീസിലൊക്കെ പോയ ആ ഒരു ക്ലൈമറ്റായി പോയി. കാരണം ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഫുള്ള് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ആൻസിൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെയാണ്. ആൻസ് പേര് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര പാട്. ആൻസ് AANS അല്ലേ? ആൻസ്. നല്ല പേര്. നമ്മളവിടെ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ കയറിയതാണ് സൂപ്പർ മാർക്കറ്റിൽ. അത് ഇവിടെ കുറേ ഡിഷസ് ഉണ്ട്. ക്രോസൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. എല്ലാം ബ്രെഡ് ഐറ്റംസാണ് ഇവിടെ. സ്വീറ്റ് ആണെങ്കിലും സ്വീറ്റ് അല്ലെങ്കിലും ഒക്കെ ബ്രെഡ് ഐറ്റംസാണ്. പിന്നെ കുറേ ഡോണട്ട്സ് ഉണ്ട്. ഇതേ ഇവിടെ വേറെ ഇതെന്താ? ഇതൊക്കെ എന്താ? റോളോ? അതിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് പോർക്കാണല്ലേ? ഇത് മനസ്സിലാവില്ല ഇവിടെ ഒന്ന് വായിച്ചാൽ. അതാണ് ഫസ്റ്റ് പ്രശ്നം. ഇത് പിസ്സ പോലത്തെ എന്തോ കുഞ്ഞി. പക്ഷെ ടോപ്പിംഗ് ഒന്നും അത്ര രസമുള്ള ടോപ്പിംഗ് ഒന്നുമല്ല. ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങൾ ഇതിനൊക്കെ 2 സംതിങ് ഒക്കെ ഉള്ളൂ അല്ലേ? കുറച്ചല്ലേ ഉള്ളൂ. ഡോണറ്റിനൊക്കെ കുറവാട്ടോ. ശരിയാ, 1 സംതിങ് അത്രയൊക്കെ ഉള്ളൂ. 60 സെന്റ് അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഡോണറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചീപ്പാണ് കേട്ടോ. ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ഇവിടുത്തെ എന്തോ ജർമ്മനിയിലെ സ്പെഷ്യൽ സാധനം. പക്ഷെ ഭയങ്കര സോൾട്ടി ഫ്ലേവർ വരുന്ന സാധനം. ഇതൊക്കെയും ബ്രേക്ക്ഫാസ്റ്റിന് അവർ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. കുറേ ബ്രെഡിൻ്റെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ എനിക്കിഷ്ടമുള്ളത് ഈ ഫ്രൂട്ട്സിൻ്റെ സാലഡും പിന്നെ വെജിറ്റബിൾ സാലഡ് മാത്രമല്ല, ട്യൂണയാന്ന് തോന്നുന്നു. കണ്ടിട്ട് ട്യൂണ പോലെ ഉണ്ട്. അങ്ങനത്തെ സാലഡ്സ് നൈസാണ്. പക്ഷെ അതിനൊക്കെ ഒരു 6 യൂറോ വരുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിയൊക്കെ മൊത്തം മറ്റേ ഗ്രൗണ്ട് പോലെ ഇരിക്കുന്ന സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട്. ഫുള്ള് ഗ്രീനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പുല്ല് ഇവർ എന്തിനു ഉപയോഗിക്കുന്നയാ? പശുവിന് കൊടുക്കാനാ? സാധാ പുല്ല. പക്ഷെ ഭയങ്കര നീറ്റായിട്ട് ക്ലീനായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. നൈസായിട്ടുണ്ട്. ആ പുല്ല് പശു ഇതൊക്കെ തിന്നൂലേ? ആടും പശു എല്ലാം കൊണ്ടോ. ഇവിടുത്തെ ഓരോ സംഭവങ്ങളും എല്ലാം ആ ഒരു കറക്റ്റ് ഓർഡറിൽ അവർ ചെയ്തിട്ടുണ്ടാവാം. മരങ്ങളായാലും ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവരത് വെട്ടി വെച്ച് സെറ്റ് ചെയ്യും. പൈൻ ട്രീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാട്ടിലേക്ക് കുറേ വഴിയുണ്ട്. ഫാം ഹൗസുകളുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറേ വില്ലേജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നൈസാണ് കാണാൻ പറ്റുള്ള. ഞങ്ങൾ മറ്റേ ഇത് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. എന്ത് മീറ്റാന്ന് പോലും നമുക്കറിയില്ല അല്ലേ? വെജിറ്റബിൾ പപ്സ് കഴിച്ചില്ല. സ്പ്രിംഗ് റോൾ, സ്പ്രിംഗ് റോളിന്റെ ഒരു റോളല്ല, സ്പ്രിംഗ് റോള് ഇങ്ങനെ ക്രിസ്പി ആയിരിക്കും.
മീറ്റ് ഫ്ലേവർ മാത്രം ഉണ്ടോ എവിടെയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ സൈഡ് ഫുള്ള് ഇതേ ഫാമാണ് കാണുന്നത്, കണ്ടില്ലേ? ഈ ടിക്കറ്റ് ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ അല്ലേ? ലാഭമില്ലപ്പോ, നല്ല ലാഭമുള്ള പരിപാടിയാ. മഞ്ഞായി. ഓ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ പുറത്ത് ചെറിയ മഴ ഉണ്ടെന്ന് തോന്നുന്നതേ. ഇവിടെ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ വീണിട്ടുണ്ട്. നമുക്ക് ഒരു അടിപൊളി വില്ലേജ്, നല്ല രസം. ഇപ്പൊ ആ ഒരു മലയെല്ലാം പകുതി മൂടി, ഇങ്ങനെ ഫോഗ് ഇറങ്ങി വന്ന് മൊത്തം മൂടി കേട്ടോ. നമുക്ക് ഇനിയിപ്പോ ഇവിടെ ഇറങ്ങാനായിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമ്മള് മാറി കയറണം. ഗാർമിഷിലല്ലേ നമ്മൾ ഇറങ്ങുന്നത്? ഗാർമിഷിൽ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ബസ്സൊക്കെ എടുത്തിട്ട് വേണം പോവാനായിട്ട്. ഈ ഒരു കുപ്പി ഉണ്ടല്ലോ, ഇതിപ്പോ കഴിഞ്ഞ് നമ്മൾ മേടിച്ച് കുടിച്ചതാണ്. ഈ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തിരിച്ചു കൊടുത്താൽ 25 സെന്റ് കിട്ടും. അറൗണ്ട് ഒരു 20 റുപ്പി 25 റുപ്പീസിന് അത്രയും ഉണ്ടാവും. അപ്പം ഇങ്ങനെ 4 കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ കിട്ടും, അതായത് €1 കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡസ്റ്റ്ബിന്നിലൊക്കെ പോയിട്ട് റെഫ്യൂജീസൊക്കെ വന്നിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണാം. ഇന്നത്തെ ക്ലൈമറ്റ് തീരെ ഇതാണ് കേട്ടോ, ഫുള്ള് നല്ല തണുപ്പും മഴയൊക്കെയാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ എങ്ങോട്ടും പോകാൻ തോന്നില്ല. അപ്പം ഇങ്ങനെ പൊതച്ചുകൂടി കിടന്നിറങ്ങാനാ തോന്നുന്നത്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. നല്ല കാറ്റും, തണുത്ത കാറ്റല്ലേ, കൈയൊക്കെ ഒരു ഫ്രീസ് ആവുന്ന ഫീൽ ഉണ്ടല്ലേ കാറ്റടിക്കുന്ന സമയത്ത് ഇല്ലേ? പോവാനുള്ള ബസ്സൊക്കെ ഓക്കെ. അയ്യോ, ഇപ്പൊ ഫീൽസ് ലൈക്ക് 4 ആണ് കേട്ടോ. 4 ഡിഗ്രി പോലെയാണ് നമുക്ക് തോന്നാ. അയ്യോ, നമുക്ക് കയറാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓടിയിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തൂല. അയ്യോ, ഞാൻ പറഞ്ഞ അവിടെ ബസ് സ്റ്റോപ്പ്, അപ്പൊ കേട്ടില്ല. കുറേ നേരമായിട്ട് ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുമായിരുന്നു. ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ബസ് സ്റ്റോപ്പ് ഇതാണ് എന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിൽ കിട്ടി. അപ്പോൾ എബ്സി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണ്. സമ്മറിലായിരിക്കും ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ, എന്നാലും ഇപ്പോഴേ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴേ പോകാൻ പറ്റും. ഓക്കെ, ടിക്കറ്റ് കാണിക്കണം. 1 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്കാണ് കേട്ടോ ഇവിടെ എത്തി. പക്ഷെ 2:30 ആയപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ട്രെയിൻ കയറിയത്. ഭയങ്കര സ്ലോ ആയിരുന്നു. 2.5 മണിക്കൂറുള്ളൂ. പക്ഷെ എത്ര ടൈം എടുത്ത് ഇപ്പം എത്താൻ? ഒരുപാട് സമയം എടുത്ത് ഈ ഒരു ലേക്ക് കാണാൻ. ആ, ഇവിടെയും കേബിൾ കാർ ഉണ്ടോ? ഓ, അത് ഇവിടെ തന്നെയാണ്. ഓക്കെ. ഓ, ഇവിടെ ആണ് കേട്ടോ ആ ടോപ്പ് ഓഫ് ദ ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് കേബിൾ കാറിൽ നമ്മൾക്ക് പോകേണ്ടത്. കേബിൾ കാറിൽ പോകാൻ എത്രയാ റേറ്റ്? €65. അതായത് ഒരു 6000 സംതിങ് റുപ്പീസൊക്കെ വരും. അത്രയും ദൂരമുണ്ട്. ആ, അപ്പൊ ആ വ്യത്യാസം ഉണ്ടാവും. ആ, കേബിള് കാണാൻ അത്രയും ലോങ് ഉണ്ട് കേട്ടോ, അത് കാര്യം. പക്ഷെ ആൾക്കാര് ഹൈക്ക് ചെയ്ത് കയറും അല്ലേ? പക്ഷെ 2 days എടുക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ കയറാൻ പറ്റുന്നത്. പക്ഷെ ഹൈക്കിങ്ങിനുള്ള വഴി എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഹൈക്ക് ചെയ്ത് പോണേന് നമ്മൾ വേറെ പൈസ കൊടുക്കണോ? വേണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ രീതിയിൽ പോവാം. പിന്നെ ആകാശത്തേക്ക് പോണേ, അങ്ങോട്ട് കാണാനില്ല. അല്ല, ഫുള്ളും ഫോഗല്ലേ. ഈ സാധനം കേബിൾ ഉണ്ടോ? അത് അവിടെ ഇവിടെ അത് പിന്നെ ഹൈറ്റേക്ക് പോണേ. ഇപ്പൊ ഫോഗ് ആയ കാരണം കാണാൻ പറ്റില്ല. അതുണ്ടോ, മൊത്തം ഫോഗാണ്. പക്ഷെ നമ്മളിപ്പോ കേബിൾ കാറിൽ പോകുമ്പോൾ മൊത്തം ഫോഗ് മൂടിയിട്ടുണ്ടാവും. അതെ, ഇന്നിപ്പോ പൈസ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ നമുക്കത് വ്യൂ നഷ്ടപ്പെടും. സമ്മറിലാണെങ്കിൽ ഗ്രീൻ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും അല്ലേ? വിന്ററിലാണെങ്കിൽ ഫുൾ സ്നോ ആയിരിക്കുമോ? സ്നോ ആയിരിക്കും. അല്ല, ഇവരൊക്കെ എന്താ സ്റ്റിക്കായിട്ട് നടക്കുന്ന? അപ്പൊ ഇവരവിടെ പോയതാ? ഇവര് ഇവിടെ കയറാളല്ല, ശരിക്ക് ഹൈക്കിങ്ങിന് പോണവര് ഫുള്ള് ശരിക്ക് ആ ഒരു രീതിയിൽ തന്നെ പോകും. പക്ഷെ ആ വഴി, അത് ഏതാണ് വഴി എന്നാ ഞാൻ ചോദിക്കുന്നത്. ആ ഹൈക്ക് ചെയ്ത് പോവാനുള്ള റൂട്ട് സാധ്യത. ഞാൻ പോയിട്ടില്ല. പക്ഷെ അവിടെ ഒരു ഓഫീസ് പോലെ ഉണ്ട്, അതിൽ കൂടെ ഒരു വഴി ഉണ്ടായിരിക്കും. പക്ഷെ കൊറേ കറങ്ങി നേരെ പോകാനുള്ള വഴിയല്ല. ഇതിന്റെ ഇടയിൽ എന്താണ്
സുക്സ്പിറ്റ്സേ. ആ അതാണ് അപ്പൊ സംഭവം. ഞാൻ പറഞ്ഞു റെഡി ആവള്ള. ഹായ് ഹായ്, പേര് മലയാളം ഉണ്ടോ? ഞങ്ങളിപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ കണ്ടുമുട്ടിയതാണ്. അങ്ങനെ നമ്മള് സംസാരിച്ച് ഇങ്ങനെ ദുബായിലാണല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹംഗറി ഞങ്ങൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തില്ല. കമ്പയർ ടു വിയന്ന ആൻഡ് മ്യൂണിക്, ഹംഗറി ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇവിടെ ഇപ്പൊ ഇന്ന് രാവിലെ പിന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് മഴയാവും ചൂടാവും അല്ലെ? അല്ലെ, അത് സണ്ണി ആവും. അതെ അതെ, ഞാൻ വന്നതും അങ്ങനെ ആ ടൈമിലല്ല. ഞങ്ങൾ ഇനി ഇവിടെ 2 ദിവസം ഉണ്ട്. അതിനുശേഷം പിന്നെ തിരിച്ച് ബുഡാപെസ്റ്റിൽ പോയിട്ട് അവിടെ 2 ദിവസം നിന്നിട്ട് പിന്നെ ദുബായിക്ക് പോകും. അവിടെ അവധിയാണ്. ശരിയാ, പെരുന്നാളിന്റെ ലീവാണല്ലേ? ഇനിയിപ്പോ മ്യൂണിക് കഴിഞ്ഞാ ബാക്ക് ടു ദുബായ്. നാളെ കൂടി ഉണ്ട്. അതിനുശേഷം ബുഡാപെസ്റ്റ് ഞങ്ങൾ കൂടുതൽ കറങ്ങില്ല. ഞങ്ങൾ ഇനി പോവാണ് ബുഡാപെസ്റ്റിന്. മഴയൊക്കെ ആയി പോയി. ലാസ്റ്റ് വീക്ക് ഇവിടെ കുറച്ച് സണ്ണി ആയിരുന്നു. 3-4 ദിവസം നല്ല സണ്ണി ആയിരുന്നു. ഇന്നലെ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. ഇന്ന് ത്രൂ ഔട്ട് റെയിൻ ആയി. അതെ അതെ, എന്നാലും നമ്മൾ കവർ ചെയ്തു. ഇനി പോണ വഴി മിറ്റൻ വാൾഡും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. നിങ്ങളെങ്ങനെ റെന്റിന് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാം? മൈൽസ് ആണ്. അല്ല, മ്യൂണിക് റെന്റ് കാർ എന്ന് പറഞ്ഞൊരു റെന്റ് കാർ. എപ്പോഴും അങ്ങനെ അവിടെ ഹംഗറിയിലൊക്കെ അങ്ങനെ തന്നെ. സാധാരണ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളൊരു ബാച്ചിലർ ഒരു ട്രിപ്പിന് വന്നായിരുന്നു. അന്ന് ഞങ്ങൾ വിയന്ന കാർ എടുത്തിട്ട് ആൽപ്സ് ഒന്ന് കറങ്ങിയായിരുന്നു, സ്വിസ് ആൽപ്സ്. ഇപ്പൊ ഇത്തവണ ഇവിടെ ബവേറിയ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ടൈം കുറച്ചുകൂടെ സമ്മറിലാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ. അതെനിക്ക് ജർമ്മൻ റെസ്റ്റോറന്റുകളിൽ കയറി ഫുഡ്. നമ്മുടെ ഫുഡിന് ബീറ്റ് ചെയ്യാൻ വേറെ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടോ ജർമ്മൻ ഫുഡ്? അവിടുത്തെ ഫുഡെല്ലാം ട്രൈ ചെയ്യും. മോസ്റ്റ്ലി ഞാൻ ഇപ്പോ കുറച്ച് കൺട്രീസ് പോയിട്ടുള്ളൂ. പോയ എല്ലാ കൺട്രീസിലും ബ്രെഡിന്റെ ഐറ്റംസ് ആണ് കൂടുതൽ. ആ ഒരു ടൈപ്പ് ഓഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. റൈസ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഓക്കെ റൈസ് ഡിഷസ് ഉണ്ട്. ഓക്കെ 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 നൈസ്. സോ ഹാപ്പി ടു സീ യു. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഓക്കെ ബൈ. ഓക്കെ ഷുവർ, ബൈ. ഈ കാണുന്നതാണ് അപ്പോൾ എയ്പ്സി റിവർ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സമ്മറിൽ മാത്രം യൂറോപ്പ് വിസിറ്റ് ചെയ്യുക. ഞാനതൊന്നും നോക്കാണ്ടാണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ വിസിറ്റ് ചെയ്ത ടൈമിലുണ്ടോ അവിടെയൊക്കെ സ്നോ ആണ് കിടക്കുന്നത്. നോക്കിയേ, അവിടെ എല്ലാം സ്നോ പോലെ ഇങ്ങനെ കല്ല് പോലെ കിടക്കുന്നുണ്ട്. ആ, മെൽട്ടായിട്ടില്ല. ഒരു മാസം മുമ്പ് വരെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രോസൺ ആയിട്ട് നമുക്ക് ഇതിന്റെ മേലെ നടക്കാൻ പറ്റുമായിരുന്നു. ഓ അങ്ങനെ. ആ പൊട്ടി പോവില്ലേ? ആഴം ഉണ്ടാവൂലേ? പൊട്ടില്ല, അത്രയും ഫ്രീസ് ആയിട്ട് കിടക്കുമായിരിക്കും. കണ്ടോ ഇപ്പൊ അത് കഴിഞ്ഞ് നടക്കുന്നു. ഐസ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ കളർ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു ബ്ലൂ കളർ ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാം. അവിടെ കണ്ടോ ഫുൾ ഫോഗിയാ. ആക്ച്വലി അവിടെ പൈൻ ട്രീസ് അല്ലേ? ആ സൈഡില് ശരിക്കും ആൽപ്സ് ആണ് ശരിക്കും അവിടെ. ഓക്കെ, അതിപ്പോ കാണാണ്ട, കുറച്ച് അഗ്രയാണ്. പക്ഷെ ശരിക്കും ആ വ്യൂ ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും ആ സുക്സ്പിറ്റ്സ് കാണാൻ പറ്റും നമുക്ക്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. നമുക്കിത് അങ്ങോട്ട് നടന്നു പോയേക്കാം. അങ്ങോട്ട് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റിയൊരു റോഡ് കാണുന്നുണ്ട് അവിടെ. പക്ഷെ എന്താ പറയുക, കുറച്ചിങ്ങനെ ഇതേപോലത്തെ ടെറൈനാണ്, ഓഫ് റോഡ് ടെറൈനായിട്ട്. മൗണ്ടൈൻ ബൈക്ക്, അതായത് മൗണ്ടൈൻ സൈക്കിൾ എടുത്തിട്ട് അത് നമുക്ക് പോകാൻ നൈസായിരിക്കും. ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത തന്നെ ഈ മഴയും ഈ ഒരു ഇരുട്ട് മൂടിയ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ടൈം തെറ്റിപ്പോയി. അത് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് എവിടെയും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് വിസ കിട്ടിയത് ഇപ്പോഴാണ്. വിസേൻ്റെ ടൈം തീരും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓ, തണുത്ത കാറ്റ് വീശുന്നു. വൈകുന്നേരം ഒരു 4 മണി 5 മണിയായിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്താ പറയുക, തണുത്ത ഐസായി പോകും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ ഫ്രീസായി പോവാണ്. നോക്ക്, ഈ ഡക്കോ അതെന്താ ഇതില്ലേ, തണുക്കുന്നില്ലേ? നോക്ക് വെള്ളത്തിൽ കൂടെ. ആഹാ, നല്ല രസം. തുഴഞ്ഞു പോകും. ഇവിടെ കണ്ടോ ഇപ്പോഴും നല്ല കല്ല് ഇതായിട്ടുണ്ട്. എന്താണ് ചില്ല് പോലെ കണ്ടോ. അതുകൂടെ നടക്കുന്ന ചിലപ്പോൾ അത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തെന്നി പോവും. കണ്ടോ,
ഞാൻ തെന്നി പോകും അത്രയും. പിന്നെ അവിടെ എല്ലാം അങ്ങോട്ടൊക്കെ ശരിക്കും ബ്ലൂ കളറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണിത്. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ വരണം. എപ്പോൾ സമ്മറിൽ തന്നെ വരണം. ഒരു മെയ് ഒക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതൊക്കെ മുങ്ങി കുളിക്കുന്നുണ്ട്. നോക്ക് 5 ലക്ഷം സബ്സ്ക്രൈബറും 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വലിയ പുള്ളിയാണ് ഈ വന്നിട്ട് താറാവിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മില്യൺ ഫോളോവേഴ്സ്. അപ്പൊ എനിക്ക് ആ 8 ലക്ഷം അടുത്തുള്ളൂ. 8 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഈ ഇരിക്കുന്നത്. എന്തൊരു വിനയാന്നൊക്കെ. നമ്മളിങ്ങനെ ഫ്രീസായി പോകുന്നുണ്ട് കേട്ടോ. ഐസെല്ലാം ഇങ്ങനെ കയ്യിൽ വെച്ച് എടുത്തിട്ട് അത് നമുക്കൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുന്നില്ല. വാ വാ വാ. മഴയും കൂടെ പെയ്തപ്പോ ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രം. ഇത് കാണാനായി നമ്മൾ അങ്ങ് ദൂരെ നിന്ന് ഇവിടെ വരെ വന്നു. പക്ഷെ വന്ന ടൈം ശരിയല്ല. എസ്പെഷ്യലി ഇന്ന് ഇച്ചിരി സൺലൈറ്റ് ഉണ്ടായെങ്കിൽ തന്നെ അത് നമുക്ക് വേറെ അറിയാൻ പറ്റിയേനെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ താറാവ് ഇങ്ങനെ ഓടുന്ന കാണാൻ നല്ല രസമുണ്ട്. നീന്താ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ മാറിപ്പോയി. ഇപ്പൊ കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇവിടെ ഒന്നും ആഴമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ആഴമുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് കളറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ലേക്കിന്റെ കളർ. നമുക്ക് ഗ്രീനും ബ്ലൂവും ഡാർക്ക് ഗ്രീനും അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര നൈസാണ്. പക്ഷെ തണുത്ത് വിറച്ച് ഐസായി നമ്മൾ നിൽക്കുക. പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ ആ ടൈമിൽ വരുമ്പോ അല്ലെ, സമ്മറിലാണെങ്കിൽ നൈസ്. ആ ബ്ലൂ ഡാർക്ക് ബ്ലൂ കാണുന്ന ആഴം ഉണ്ടാവൂലേ? ഇവിടെ ഒന്നും അധികം ആഴില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ലൈറ്റും ഡാർക്കും. ശരിയാ. പക്ക ട്രാൻസ്പെറന്റ് ആയിട്ട് താഴെയുള്ള ഫുൾ പേബിൾസ് എല്ലാം കാണാം. വെള്ളത്തിൽ പക്ഷെ ഇറങ്ങാൻ അല്ലോടാണോ? ഇവിടെ ഇറങ്ങാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ടാസ്ക് ഇല്ല. സമ്മറിലൊക്കെ ആൾക്കാർക്ക് ഇറങ്ങാം. അടിപൊളി. ഈ ഹൈറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന അതിന്റെ ആ ഒരു കളറ്. നമ്മൾ അതിനടുത്ത് പോയി നിന്നാ കാണുന്നില്ല. കാരണം ഇപ്പൊ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അടുത്തുനിന്ന് തന്നെ കാണും. സൺലൈറ്റ് ഒട്ടുമില്ല, മൂടിയിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവേ, ഫുള്ളിങ്ങനെ ഡാർക്കായിരിക്കും. ബോട്ട് ഓടിക്കുന്ന പോലെ തുഴഞ്ഞു വരുന്ന നോക്കിയേ. ഇത് താറാവ് രണ്ട് വി വരച്ച പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഈ ലേക്ക് എങ്ങനെ കിടക്കുന്നത് അതുപോലെ നമ്മളിപ്പോ ഫ്രീസ് ആയിട്ടുണ്ട്. മുകളിൽ നല്ല ഫോഗി ആയിട്ടുണ്ട്. അവിടെ നോക്ക്, ഇത് ഇങ്ങനെ അവിടെയും മറ്റേ താറാവൊക്കെ ഇങ്ങനെ എടുത്ത് കേട്ടോ. ഫുള്ള് സ്നോ ആട്ടോ കിടക്കുന്നത്. തണുത്ത് വിറച്ച് ഫ്രീസായി കിടക്കാം. അതായത് ഇപ്പോൾ വിൻ്റർ തീരാനായി, സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് സ്പ്രിങ് ഒക്കെ. എന്നിട്ടും അവിടുത്തെ ആ ഒരു ഇത് ഫ്രീസായില്ല. കുറച്ചാളും കൂടെ വന്നിരുന്നെങ്കിൽ ഇപ്പം തന്നെ അവിടെ മൊത്തം പകുതി ഫ്രീസായിട്ടാണ് കിടക്കുന്നത്. ഇതിൽ കൂടുതൽ ഫ്രീസായിട്ട് കിടന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇതുപോലെ ആയിട്ടുണ്ടാവും മറ്റേ ലേക്ക് അല്ലേ? ഈ ബാക്ക് സൈഡില് ഇതൊരു ചെറിയ പോർഷൻ ഉള്ളൂ. ഇത് ചെറിയ കുഞ്ഞ് തടാകം. അതെ, ചെറിയ തടാകം. അവിടെ എഴുതിയിട്ടുണ്ടോ? ആക്ച്വലി കൈയൊക്കെ അങ്ങനെ ഒടിഞ്ഞു പോകുന്ന അത്രയും ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഗ്ലൗസ് പോലും ഇല്ലാണ്ടാണ് ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫോണിലെടുക്കുന്നത്. എൻ്റെ ഗോപ്രോ ഒന്നും വർക്കാവുന്ന പോലും ഇല്ല ഇത്രയും തണുപ്പിൽ. ഗോപ്രോ എപ്പോഴും ഏറ്റവും ചൂടും ഏറ്റവും തണുപ്പും ആയി കഴിഞ്ഞത് വർക്കാവാറില്ല. നോക്ക്, വാവ്. ഇവിടെ മുങ്ങി കുളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവരെന്തോ മീൻ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് അതിൻ്റെ അടിയിൽ കണ്ട താഴത്തേക്ക് പോകുന്നു. എന്തോ പിടിക്കുന്നു, തിന്നുന്നു. എന്തോ പിടിക്കുന്നു, തിന്നുന്നു. കണ്ടോ നോക്കി, കിട്ടുന്നുണ്ട്. ഇതേ അതുണ്ടോ പോകുന്ന സ്ഥലം ഇങ്ങനെ ചെളി ഇളക്കി കൊണ്ടു. നമുക്ക് നല്ല രസമുണ്ട് ഇത് കാണാൻ. അത് നമ്മുടെ നേരത്തെ 2000 യൂറോന്റെ ചലഞ്ച് തോന്നുന്നുണ്ട്. തല മുക്കി കിടക്കണം. അതെ, നേരത്തെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഇവന് 2000 യൂറോ കൊടുത്തു കഴിഞ്ഞാ അതിന്റെ നടുവില് പോയിട്ട് ഐസിൽ പോയി ചാടാന്ന് പറഞ്ഞു. 2000 യൂറോ എൻ്റെ ഇല്ല, അവൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അക്സെപ്റ്റ് ചെയ്താ 2 ലക്ഷം രൂപ കിട്ടും. അതെ, ആ ലേക്കിലായാലും മതി, ഈ ലേക്കിൽ തന്നെ വേണമെന്നില്ല. എഫ്സിന്റെ അപ്പുറത്തെ മെയിൻ ലേക്കിലായാലും മതി. അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അയ്യോ, അത് മുങ്ങി പോയിട്ട് അവിടെ പോയി ആ സൈഡിൽ പോയല്ലേ? ഇല്ല,
കണ്ടോ അതിന്റെ ഫുള്ള് അടിയിലൂടെ അത് നീന്തുന്നേ കണ്ടോ അവിടെ അതുണ്ട്. പക്ഷെ അത് അടിയിലൂടെ നീന്തിക്കൊണ്ടിരിക്കും. അതൊക്കെ അത് അതിനുള്ള ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും കണ്ടോ. അപ്പൊ ഇത് ഉറങ്ങൂലേ? വെള്ളത്തിൽ കിടന്നാണോ ഉറങ്ങാ? എനിക്ക് തോന്നുന്നത് കരയില ഉറങ്ങുന്നേന്ന്. പക്ഷെ ഇപ്പൊ നോക്ക് ആ ഐസിന്റെ അടിയിൽ ഇതുണ്ടോ അവിടെ നോക്കി അടിയിൽ പോയിട്ട് നമുക്ക് കണ്ടോ 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 അതിങ്ങനെ നല്ല മുങ്ങി 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 കുളിക്കുന്ന പോലെ ഉണ്ട്. തല മുക്കിയിട്ട് ഓരോന്ന് കണ്ടോ കണ്ണും മൂക്കും എല്ലാം. അതിന് കണ്ണ് കാണുമോ താഴെ? നല്ല രസമുണ്ട് അത് കാണാൻ. നോക്ക് അടിപൊളി. ഫുള്ള് സ്നോ ആയിട്ട് കിടക്കാട്ടോ. ആ സൈഡിൽ കൊറേ ഇതുണ്ട്. അത് താറാവാന്ന് തോന്നുന്നു അല്ലെ? താറാവല്ല, താറാവാന്ന് തോന്നുന്നു. ആ താറാവ് തന്നെയാണ്. കണ്ടോ ഇവിടെയൊക്കെ സ്നോ ഇതൊക്കെയാണ്. അപ്പൊ വഴിക്ക് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാ. ഇപ്പോ എൻ്റെ അടുത്ത് ആൻസ് പറഞ്ഞത് ഇപ്പൊ ആക്ച്വലി ശരിക്കും ഒരു വിന്റർ തീർന്ന് സ്പ്രിങ് സ്റ്റാർട്ടിങ് ആവേണ്ടതാണ്. പക്ഷെ മാർച്ച് ലാസ്റ്റ് ആയി എന്നിട്ടും ഇതുവരെ തണുപ്പൊക്കെ മാറിയായിരുന്നു. തണുപ്പൊക്കെ മാറി അത്യാവശ്യം വെയിലൊക്കെ ഉദിച്ച് ഒരു സെറ്റപ്പ് ചെയ്തായിരുന്നു. ലാസ്റ്റ് വീക്ക് സൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് പിന്നെയും ഭയങ്കര പോകയായി. അതെ ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിൽ യൂറോപ്പിൽ ശരിക്കും ട്രാവൽ ചെയ്യാനേ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയോണ്ട് അടുത്ത വട്ടം ഞാൻ എന്തായാലും സമ്മറിൽ മാത്രമേ യൂറോപ്പിലേക്കുള്ളൂ. കാരണം യൂറോപ്പിന്റെ ഒരു റിയൽ ബ്യൂട്ടി കാണണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ ടൈമിൽ തന്നെ വരണം. പിന്നെ അല്ലെങ്കിൽ നല്ല സ്നോ ഉള്ള ടൈമിലാണെങ്കിൽ ആ ഒരു സ്നോ ആസ്വദിക്കാൻ വേണ്ടി ഒരു 3-4 ദിവസം വരാം. നല്ല മഴയാണ് കേട്ടോ. ഇതേ മഴയെല്ലാം നനഞ്ഞ് അടിപൊളിയാണ്. അപ്പോൾ ഏത് ടൈമിൽ വന്നാലും അതിന് അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അത് നമ്മൾ ആസ്വദിക്കാൻ റെഡി ആണെങ്കിൽ ഏത് ടൈമിൽ വന്നാലും ഓക്കെയാ. ഇപ്പം നൈസായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ബാക്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു വൈറ്റ് കളറ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. മഴയായിട്ട് എൻ്റെ കൈയൊക്കെ നനഞ്ഞു നോക്കി. വെള്ളം കണ്ടോ? ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നനഞ്ഞ് പിഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതെ എൻ്റെ ക്യാമറയിലൊക്കെ ബ്ലറായിട്ടുണ്ട്. കാരണം വെള്ളം ബ്ലർ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികൾ വീണ് കിടക്കുക. മഴ പെയ്ത് വെള്ളത്തുള്ളി മൊത്തം നോക്ക്. അവിടെ ഉള്ള ട്രീസൊന്നും കാണുന്ന പോലില്ല. മൊത്തം ഫോഗ് മൂടിക്കിടക്കുക. നോക്ക് ആരും ഇല്ല കേട്ടോ. ആൻസിൻ്റെ ഒരു വെള്ളത്തിൽ കല്ലെറിയുന്ന ഒരു ടാലന്റ് നമുക്ക് കണ്ടു നോക്കാം. ബൗൺസ് ചെയ്ത് പോകുന്നാണ് പറയുന്നത് കല്ലെറിയുമ്പോ. ഓക്കെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ നോർമലി എത്ര ദൂരം പോകുന്നു നോക്കാറുണ്ട്. ബൗൺസ് ചെയ്യുന്നുള്ളതാണല്ലേ? ഓ ബൗൺസിങ് പ്ലസ് ദൂരം. ഓക്കെ. ഓ 2 വട്ടം ബൗൺസ് ചെയ്തുള്ളൂ. നേരത്തെ എറിഞ്ഞപ്പോ 3 വട്ടം ബൗൺസ് ചെയ്തായിരുന്നു. അതെന്താ? ഏത് ഷേപ്പുള്ള കല്ലാ? പരന്ന കല്ല് വേണല്ലേ? ഓ ഇവിടെ പരന്ന കല്ല് കുറവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടൈപ്പ് കല്ലാണ് ഇവിടെ ഉള്ളത്. അത് ഇല്ല അങ്ങനെ പരന്ന ടൈപ്പ് ഡാമിലൊക്കെ പോകുമ്പോ കൂടുതൽ കാണാറില്ലേ? അതുപോലത്തെ. ആ അത് കുറച്ച് പരന്നല്ലേ. എറിഞ്ഞു നോക്കാം. ലെറ്റ്സ് സീ. ഓ ഓ ഓ ഓ ഓക്കെ കൊറേ പോയി. സെറ്റ് കണ്ട. അപ്പൊ പരന്നതാണെങ്കിൽ കല്ലിന്റെ സൈസ് കുറച്ചുകൂടി വീതിയിലും കുറച്ചുകൂടി തിന്നായിട്ട് ഒരേ ഫ്ലാറ്റ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ കുറെ ദൂരം പോകും. ഓ സെറ്റ് അടിപൊളി. അതുപോലെ എറിയുമ്പോ നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇവർക്ക് അറിയാത്ത എനിക്കറിയില്ല. എല്ലാവർക്കും എല്ലാം അറിയണമെന്നുണ്ടോ? അറിയണ ആൾക്കാർ വന്നിട്ട് പറയും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ചെയ്തുള്ള കേസുകളാ. അതെ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തുള്ള പിന്നെ എപ്പോഴാ ചെയ്യണം. ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് എള്ളുണ്ട കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ. നല്ലല്ലേ? തണുപ്പത്ത് വിശന്നിട്ട് ഒന്നുമില്ലാത്തോണ്ട് നമ്മൾ തന്നെ കഴിക്കുന്നത്. നല്ല വിശക്കുന്നുണ്ട്. ആക്ച്വലി നല്ല വിശക്കുണ്ടായി. പക്ഷെ ഞാൻ മറന്നിരിക്കായിരുന്നു. അപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ബ്രോ കിരൺ ബ്രോ എന്നെ ഓർമ്മിപ്പിച്ചു വിശക്കില്ലേന്ന് ചോദിച്ചു. അത് പറഞ്ഞതും പിന്നെ ഭയങ്കര വിശപ്പായി. അപ്പൊ ഇതന്നെ കഴിച്ചോണ്ടിരിക്കാണ്. പിടിക്കാനുള്ള ആവത് പോലും വരലിനില്ല. എങ്ങനെയോ താഴ്ത്തു ഫ്രീസ് ആയിട്ടിരിക്കുക കൈ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, കട്ടിയല്ലാട്ടാ. നീ ഈ വരലും വന്ന് ഈ വരലും മിക്കൊന്ന് പിടിപ്പിച്ച ഈ വെള്ളുണ്ടാ നീ ഈ കൈ പിടിക്കാൻ പറ്റില്ല. റെക്കോർഡിംഗ് ആണോ? ഇങ്ങനെ പേടിക്കലടാ. അതെ ഗൈസ്, മഴ കൂടിയിട്ട് നമുക്കിപ്പോ
പെട്ടെന്ന് 6 മണിയാകുമ്പത്തേന് ഇരുട്ടായി തുടങ്ങി ഇവിടുത്തെ ഈ ഫോഗ് കാരണം സൺലൈറ്റ് തീരെ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ 10 മണി വരെ അതെ ഫുൾ ലേറ്റ് ആയിരിക്കും. രാവിലെ 5 മണിക്കോ 6 മണിക്കോ ഒരു 6 മണിക്ക് ആകുമ്പോ സൂര്യൻ 6 മണി മുതൽ 10 മണി വരെ നമുക്ക് ഡേ കിട്ടും. സോ നമ്മളിപ്പോ ഉറങ്ങി എണീച്ച് ലേറ്റ് ആയിട്ട് എണീക്കുന്നവരാണെങ്കിൽ 12 മണിക്ക് എണീച്ചാലും രാത്രി 10 മണി വരെ 12 മണിക്കൂർ കൂടി അത്രയും കിട്ടും. പകലുണ്ടാവും. അത് സെറ്റ്. അപ്പൊ ഞാൻ ഇനി എന്തായാലും യൂറോപ്പ് വരണമെങ്കിൽ വരും എന്തായാലും. കാരണം ഞാൻ ഇഷ്ടംപോലെ കൺട്രീസ് കിടക്കാം, നിരന്ന് ഇങ്ങനെ കിടക്കുക, കാണുമ്പോ ഇങ്ങനെ പോകാൻ തോന്നുന്നുണ്ട് തൊട്ട് തൊട്ട് ഓരോ രാജ്യം കിടക്കുമ്പോ. അപ്പൊ കൊറേ പൈസ വേണം, പിന്നെ ടൈം വേണം, നല്ല ടൈമിൽ തന്നെ വരണം. അതായത് ടൈം വേണം എന്ന് പറഞ്ഞാൽ സമ്മറിൽ തന്നെ വരണം. അപ്പോഴാണ് ആ ഒരു ഇത് കിട്ടുക. ജർമ്മനി പിന്നെ ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. അയ്യോ ഈസിയാണ് ട്രാവൽ ചെയ്യാൻ ഓക്കെ ആണ്. ഈ പറഞ്ഞ പോലെ മന്ത്ലി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം. ജർമ്മനി മൊത്തം കാണാൻ ആ DB ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മന്ത് കറക്റ്റ് ആ 1 മന്ത് തുടങ്ങുന്ന ആ ടൈമിൽ വരാം. ആ ടൈമിൽ എടുക്കുക, കറക്റ്റ് ഫുൾ ഇതായിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. കാരണം ടൈം എടുത്തു വേണം. കാരണം ഒറ്റ സ്ട്രെച്ചിൽ പോകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പോയി ടയർഡാവും. പക്ഷെ നമ്മളൊരു ദിവസം ഒരു 3-4 hours കഴിഞ്ഞ് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ ജർമ്മനി ഫുള്ള് കാണും. നെക്സ്റ്റ് ടൈം ഞാൻ ജർമ്മനി എന്തായാലും സമ്മറിൽ വന്ന് മൊത്തം കാണും. അപ്പോൾ ഈ ഒരു DB ടിക്കറ്റ് അറൗണ്ട് 58 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 5500 രൂപ അത്രേ ഉള്ളൂ. അതായത് എല്ലായിടത്തേക്കും പോകും. ഇവിടെ ഉള്ളവർക്ക് അത് നമ്മുടെ നാട്ടിലിപ്പോ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 500 രൂപയുടെ ഒരു വാല്യൂ ആണ്. ഇവിടെ ഭയങ്കര ചീപ്പാണ് ആക്ച്വലി. അപ്പൊ അല്ല എനിക്ക് തന്നെ ഇപ്പൊ നമ്മള് ജസ്റ്റ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴും അതെ നമ്മുടെ നാട്ടിലിപ്പോ AC എടുത്തിട്ട് AC ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡൽഹിക്ക് പോണേ 2500 ആവും. അങ്ങനെ തിരിച്ചു എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോണെങ്കിൽ എത്രയാവും? ഇത്രേ ഉള്ളൂ. അതായത് ഇന്ത്യ മൊത്തം ഒരു മാസം അൺലിമിറ്റഡ് ട്രെയിനോ ബസ്സോ ട്രാമോ മെട്രോ എല്ലാം നമുക്ക് 5000 രൂപയ്ക്ക് പോകാൻ ചീപ്പല്ലേ? യൂറോപ്പില് യൂറോപ്പിൽ അത് ബെസ്റ്റാ. എനിക്ക് തോന്നുന്നു ജർമ്മനിയിലാന്ന് ഏറ്റവും. ജർമ്മനി മാത്രമല്ല ഇങ്ങനെ അൺലിമിറ്റഡ്. അതെ ഇപ്പൊ പാരീസിലുണ്ടായി 36ന്റെ 1 വീക്ക് ഒക്കെ. പക്ഷെ എന്നാലും അത് ആ ഒരു ഉള്ളിൽ മാത്രം. അതായത് പാരീസിന്റെ ഔട്ടറിൽ പറ്റില്ല. രാജ്യമല്ലല്ലോ ഇത്, രാജ്യമാണ്, സിറ്റി അല്ല. മ്യൂണിക് എന്ന് പറഞ്ഞ സിറ്റിയിലല്ല. നമുക്ക് ഏത് ബെർലിൻ എന്ന് പറഞ്ഞ സിറ്റിയിലും ട്രിയറിലും ഏത് സിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇത് വെച്ച് ഫുള്ള് ട്രാവൽ ചെയ്യാം. നെയ്ബറിംഗ് കൺട്രീസിന്റെ ബോർഡർ സ്റ്റോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതെ നമുക്ക് സാൽസ്ബർഗ് അല്ലേ, ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ പോവാം, പിന്നെ ചെക്ക് റിപ്പബ്ലിക് പോവാൻ പറ്റുമോ? ഓസ്ട്രിയ പോവാം, ചെക്ക് പോവാം, പിന്നെ പോളണ്ടിൽ പോവാം, അതുപോലെ ലക്സംബർഗ് പോവാൻ പറ്റുമോ? ലക്സംബർഗിൽ ഞാൻ ഓൾറെഡി എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ ഞാൻ പോയി. അതുപോലെ ഒരു 5-6 കൺട്രികളില് നമുക്ക് ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ കൺട്രിയിൽ എത്തിപ്പെടാം. അതെ എൻട്രി ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ തിരിച്ചു വരണേ വരാം. നല്ല അടിപൊളി ജർമ്മനിക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിനെ പറ്റിയാണ് അറിയേണ്ടത്. അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം. ഫുഡിന്റെ ഒരു എക്സ്പെൻസും പിന്നെ സ്റ്റേ ചെയ്യാൻ നമുക്ക് ഓരോ പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് വരും. പക്ഷെ ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ് വളരെ ചീപ്പാണ്. എല്ലാ കൺട്രിയിലും ട്രാവൽ ചെയ്യാം. പിന്നെ ജർമ്മനി ആണെങ്കിൽ ഭയങ്കര വലിയ കൺട്രിയാണ്. ഇപ്പൊ നമ്മുടെ നൈബറിംഗ് കൺട്രി വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഇപ്പൊ നമ്മൾ മ്യൂണിക്ക് നിൽക്കുന്ന ബയൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. ഈ ഒരു സ്റ്റേറ്റിന്റെ അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ലക്സംബർഗ് ഒക്കെ. സ്റ്റേറ്റിന്റെ അത്രയും ഫുൾ ഉണ്ടാവില്ല, ചെറിയ രാജ്യം. അപ്പോ ബയേണാണ് ആക്ച്വലി ജർമ്മനിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളം പോലെ അതെ ഇത് ബയേണാണ് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ്. അപ്പൊ ബയേണിലാണ് കുറെ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയുള്ള കുറെ പ്ലേസസും അതുപോലെ അടിപൊളിയാണ് ഇവിടെ മൊത്തത്തിൽ. വേറെ ഏത് സിറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ മ്യൂണിക്ക് എക്സ്പെൻസീവ് ആണ്. മറ്റുള്ള വേറെ ബെർലിനോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. ജർമ്മനിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് സർവീസും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റും എല്ലാ കാര്യം കൊണ്ടും നീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ നീറ്റാണ് സത്യം പറഞ്ഞാൽ. ജർമ്മനിയിൽ എവിടെ പോയാലും കാണാനായിട്ടും ഏറ്റവും കൂടുതൽ നീറ്റും വൃത്തിയും. അതുപോലെ നമുക്ക് ഇപ്പോൾ സാലറി ആയാലും മ്യൂണിക്കിൽ വേറെ ഇപ്പോൾ ബെർലിനോ ഏതെങ്കിലും ഒരു സിറ്റീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബേസിക് വേജ് പെർ അവറിൽ വ്യത്യാസമുണ്ട്. €1 €1.5 വ്യത്യാസം വരുന്നുണ്ട്. എന്റെ പവർ ബാങ്ക് നോക്കി ഇപ്പോ ചാത്തൻ സാധനം സാധനമൊന്നുമില്ല. ഞാൻ പറയാം നല്ല പവർ ബാങ്കുകൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഇവിടുന്ന് മേടിച്ചല്ലേ? ഇവിടുന്ന് മേടിച്ചാണോ? എന്റെ നാട്ടിലത്തെ ഒരു MAയുടെ പവർ ബാങ്ക് ഉണ്ട്. അതില് പക്ഷെ ഇന്ന് നീ കൊടുന്നിട്ടില്ല, കാരണം അതൊരു ചെക്ക് ചെയ്യണം. ഉണ്ടോ? അതൊന്നും എടുത്തേ. ആക്ച്വലി നമുക്ക് നാളെ ഇത്രയും കാരണം ഞാൻ പാരീസിലുണ്ടായിരുന്നപ്പോ ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. 100ൽ 99 കാണിച്ചു, ഒറ്റടിക്ക് 0 ആയി. എന്റെ ഫോണിലും പ്രശ്നം. ഇപ്പൊ ഫോണും പവർ ബാങ്കും എല്ലാം വേറെ വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്. അപ്പൊ എല്ലാം വേറെ വേറെ സ്ഥലത്ത്. അത് MAന്റെ സാധനമാണ്. ആണോ?
അമ്മേന്റെ അല്ലായിരുന്നു. ഏതോ ഒന്നാട്ടോ. പവർ ബാങ്ക് മാത്രമല്ല, ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ എക്സ്ട്രീം തണുപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹീറ്റ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള പവർ ബാങ്ക് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും മേടിക്കും. ഇപ്പൊ രണ്ടും നല്ല ബ്രാൻഡ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇത് ചില ഈ ബാറ്ററിക്ക് ആയിരിക്കും ഇഷ്യൂ. പവർ ബാങ്കിന് ഇപ്പൊ കംപ്ലൈന്റ് വന്നില്ലെങ്കിലും ഇപ്പൊ നമ്മള് ഒരു 5 മിനിറ്റ് മുമ്പ് എടുക്കുമ്പോൾ ഇതിന് 100% ഇപ്പൊ ഇതില് 2-3 മിനിറ്റ് കുത്തിയിട്ട് 0% ബാറ്ററി. അപ്പോ ഈ ടെമ്പറേച്ചറിനെ പറ്റിയിട്ടുള്ള സാധനമായിട്ടായിരിക്കും ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. മാക്സിമം കപ്പാസിറ്റി പോയിട്ടുണ്ടാവും. സീനാണ്. അത് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, അതെങ്ങനെയോ പറഞ്ഞ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നില്ല. ഈ ബസ്സിൽ നമ്മൾ 3 പേര് മാത്രം അല്ലേ, നമുക്ക് വേണ്ടി മാത്രം ഒരു ബസ്. നമ്മളിത് തിരിച്ചു പോവാ. ഈ ബസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാൻ വേറെ ബസ്സില്ല അല്ലേ. നമ്മളിനി വീണ്ടും നമ്മൾ കുറെ ഭയങ്കര വില്ലേജ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോർമൽ ഡേയ്സില് ഇപ്പൊ 7:10 ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇവിടുന്ന് ഈ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഗാർമിഷ് വരെ ഒന്നേ നടന്നുകൊണ്ടേ വരും. അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ടാക്സി ഒക്കെ വിളിച്ചാണെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കി തരികയാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടെ പെടും. പിന്നെ സാറ്റർഡേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി 10 മണി വരെ മാക്സിമം ഉണ്ടാവും. ഏത് ഇവിടെ കേട്ടോ ഇങ്ങനത്തെ വില്ലേജ് ഏരിയാസിൽ. പക്ഷെ സമ്മറില് കുറെ നേരം ഉണ്ടാവും. സമ്മറിലായാലും 10 മണി 11 മണി വരെ മാക്സിമം. 11 മണി വരെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ സിറ്റിയിലേക്ക് തന്നെ പോയാൽ സിറ്റിയിൽ മാത്രമേ 24 അവർ ഉണ്ടാവും. ട്രെയിൻ രാത്രി 1 മണി 1:30 തൊട്ടിട്ട് ഒരു 4 മണി വരെ ഉണ്ടാവില്ല. ബാക്കിയുള്ള ഈ ട്രാം, ബസ് അങ്ങനെ സംഭവങ്ങളൊക്കെ 24/7 ഉണ്ട്. മ്യൂണിക്കിൽ 24/7 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിറ്റി എത്തി കിട്ടണം. ഇപ്പം നമുക്ക് ബസ് കിട്ടി. ഇനി നമ്മൾ ഗാർമിഷിൽ എത്തിയിട്ട് അവിടെ നിന്നൊരു ട്രെയിൻ ഉണ്ട്, അതൊരു 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂണിക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എത്തും. ഓക്കെ, നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് എടുക്കാം. നമ്മൾ മാത്രമേ ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈമിൽ ആരും ഇവിടെ വിസിറ്റ് ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ബർഗറും പിന്നെ എന്താ പറയുക കോളയും എല്ലാം മേടിച്ച് ഇപ്പം നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നേ പിന്നെ എപ്പോഴും ഞാൻ ബർഗർ തന്നെയാണ് കഴിക്കുന്നത്. മെക്ഡി, ബർഗർ കിങ് ഇതൊക്കെ തന്നെ കഴിക്കുന്നത്. ആ, ബർഗർ പോലത്തെ അങ്ങനത്തെ ഐറ്റംസേ ഉള്ളൂ. ആ, ഇന്ത്യൻ വേണമെന്നില്ല, ബട്ട് സ്റ്റിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒന്നും ഇവിടെ ഇല്ല. സാധാരണ എപ്പോഴും ആ രാജ്യത്തെ ഫുഡ് എപ്പോഴും ചീപ്പാവുക ചെയ്യാം. പക്ഷെ യൂറോപ്പിൽ നേരെ തിരിച്ചാ. ആ ലോക്കൽ ഫുഡ് എന്താണോ അതിന് എക്സ്പെൻസ് കൂടും. ദോശക്കായാലും 15 യൂറോ ഒക്കെ കൊടുക്കണം. 1500 രൂപ ദോശ, ഒരു ദോശ, ഒരു മസാല ദോശ. ബിരിയാണിക്ക് 2000 രൂപ, 2000 രൂപ. അതെ, ഗാർമിഷിന് അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളിപ്പോ മ്യൂണിക്കിന്റെ ഒരു സിറ്റി സെന്ററിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കാണുന്ന എന്താ പള്ളി പോലെ തോന്നുന്നുണ്ടല്ലോ, ഇതെന്താ? അത് പഞ്ചായത്ത് ഓഫീസാണ് ഗൈസ്. പഞ്ചായത്താണ്. പഞ്ചായത്തോ? ആ, അതായത് കാര്യാലയം പഞ്ചായത്ത് ഓഫീസ്. പഴയ ഇപ്പൊ വർക്കിംഗ് അല്ല. ഇത് നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസൊക്കെ പോലെ നമ്മള് സിറ്റി രജിസ്ട്രേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ഉപയോഗിച്ചായിരുന്നാണ്. അതുപോലെ ഇതിന്റെ മേലെ നല്ല രസമുണ്ട്, പള്ളി പോലെ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളിലെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഈ ഒരു സാധനം കണ്ട, ഇത് ഇവിടെ 4 മണി കഴിഞ്ഞാൽ അതല്ല ഇത് കഴിഞ്ഞാല് വൈകിട്ട് 5 മണിക്ക് പിന്നെ രാത്രി 7 മണിക്കാണ് നമ്മുടെ ഈ നാട്ടില് മറ്റേ ക്ലോക്കില് മറ്റേ കുക്ക് വരില്ലേ, ഓരോ മണിക്കൂറാകുമ്പോ കിളി പുറത്തു വന്നിട്ട് അതുപോലെ ഇവിടെ 2-3 പ്രാവശ്യം വൈകിട്ട് 5 മണി കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ നിന്ന് ആ വാതിലൊക്കെ തുറന്നിട്ട് കൊട്ടാരത്തിൽ രാജാക്കന്മാര് വരുന്ന പോലെ വന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയിട്ട് പോകും. ആ കാണുന്ന ആൾക്കാരല്ലേ? അവര് വന്നിട്ട് ഇതൊക്കെ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് പീപ്പി കുറച്ച് സാധനമൊക്കെ ഊതിയിട്ട് പോകും. കൊള്ളാം. എപ്പോഴും ഇല്ലാട്ടാ, സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇവിടെ കൊറേ ആൾക്കാര്? അവര് പ്രൊട്ടസ്റ്റ് ആണ്. ആ ഫ്ലാഗ് വഹിക്കണം. അയ്യോ, എന്താ അത് മനസ്സിലാവണല്ലോ. ആണോ? എനിക്കറിയില്ല, വായിക്കണം. എന്തിനോ പ്രൊട്ടസ്റ്റ് നടക്കുവാണ് കേട്ടോ. ആ കാണുന്ന ചേർച്ച് അല്ലേ? ഹോട്ടലാണല്ലോ, എല്ലാത്തിനും ഷേപ്പാണല്ലോ, ചേർച്ചിന്റെ ഷേപ്പാണല്ലോ. അതിന്റെ അപ്പുറത്ത് ചെറിയൊരു വാലാണ് റൈറ്റ് സൈഡില് പിന്നില്, അത് ചർച്ച. ഓ, എല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ചേർച്ചും എല്ലാം ഒരേപോലെ നമുക്ക് കാണുന്നേ. ക്ലോക്ക് ടവറും എല്ലാത്തിനും ഒരേ ഒരു ഷേപ്പാലേ. കാണുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഇത്രയും പഴയ ബിൽഡിങ്ങോളാ. അവർ റീസ്റ്റോർ ചെയ്തിട്ട് ഇവിടുത്തെ ഇപ്പൊ സിറ്റിയുടെ പുതിയ ബിൽഡിങ്ങോളായാലും പഴയതുപോലെ
പണിതുണ്ട്. പക്ഷെ ഇവിടെ മെജോറിറ്റി ബിൽഡിങ്സ് എല്ലാം പഴയത് തന്നെയാണ്. അത് അതുപോലെ മ്യൂണിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഹൈറ്റ് ഉള്ള ബിൽഡിങ്സ് ഉണ്ടാവില്ല. ഇതുപോലെ മാക്സിമം 4-5 ഫ്ലോർസ് ഉണ്ടാവുള്ളൂ. അതെന്താ? അത് ഇവര് ഈ സിറ്റി പഴയ പോലെ തന്നെ അതിന്റെ ഒരു എന്താ പറയാ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ നടക്കുന്നുള്ളൂ ഈ സൈഡിൽ. പിന്നെ ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോർമൽ ഡേയ്സിൽ 8 മണിയാകുമ്പത്തേനും എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യും. ഇന്നിപ്പോ വീക്ക് ഡേ അല്ലേ. അതുപോലെ ഇപ്പൊ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അധികം ആരും ഇല്ല, എല്ലാ ലൈറ്റും ഓഫായി. ഇതാണ് മരിയൻ പ്ലാറ്റ്സ്. ഇത് ഭയങ്കര പഴയ ഇതാന്ന് തോന്നുന്നു അല്ലേ കാണുമ്പോ തന്നെ. ഡ്രാഗൺ ആണ്. അതെ നോക്ക്, കൊറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതില് കൊറേ കുത്ത് പണിത് ആ ഒരു ഇതന്നെ ഭയങ്കര സംഭവം. നോക്ക് എന്റെ ഉള്ളിലൊക്കെ കണ്ടോ, നോക്കി എന്തൊക്കെയോ അതില് സംഭവം ഉണ്ട്. ഐ മീൻ ഇപ്പൊ ഷോപ്പുകൾ ക്ലോസ് ചെയ്താൽ ഇവിടത്തേക്ക് ഫുൾ ലൈറ്റുകൾ ഓഫായി. വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഓൺ ആയിരിക്കും. 10 മണിയായില്ലേ, 8 മണിക്ക് കട അടയ്ക്കെങ്കിലും 10 മണിക്ക് ആകുമ്പോഴാണ് ഈ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ. ലൈറ്റ് ഓഫ് ആയ സമയത്താണ് വന്നത്. അവരെ നാളെ ഒരു മണി വേണമെങ്കിൽ ശരിക്കും വരാം. ഇത് ശരിക്കും ലൈവ്ലി ആയിട്ടുള്ള. നാളെ ഏത് ദിവസം? വെള്ളിയാഴ്ച രാത്രി ഫുൾ ഓൺ ആയിരിക്കും. ഫുൾ ക്രൗഡും ഇവിടെ എല്ലാ ഷോപ്പുകളും ഉണ്ട്, എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട്. എല്ലാ ബ്രാൻഡഡ് മറ്റേ ലക്ഷറി സാധനങ്ങൾ ഇവിടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ലക്ഷറി സാധനങ്ങളിലേക്ക് എത്തും നമ്മൾ. അങ്ങനെ വെള്ളത്തിന് ബിയറിനേക്കാൾ വിലയാന്ന് പറഞ്ഞ് പിന്നെ വെള്ളം ഇത്ര നേരം കുടിക്കാതിരുന്നു. അതെ, വെള്ളത്തിന് ബിയറിനേക്കാൾ വിലയാന്ന് പറഞ്ഞ് നമ്മുടെ ജർമ്മനിയിലെ വാട്ടർ ഫൗണ്ടനിലെ വെള്ളമൊക്കെ നല്ല വെള്ളം തന്നെയാണ്, കുടിക്കാവുന്ന വെള്ളമാണ്. കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാര് ഇത് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വരുന്ന ആൾക്കാരുണ്ടാവും, എന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ജർമ്മൻ നിയമം അനുസരിച്ച് ഈ പൈപ്പിൽ നിന്ന് പറഞ്ഞ വെള്ളം നിനക്ക് വിശ്വസിച്ച് കുടിക്കാം. 500 രൂപ ആവശ്യം നമ്മൾ. അതെ, ജർമ്മനിയില് ബിയർ മെയിൻ ആണ് കേട്ടോ. അപ്പൊ നമ്മള് ബിയർ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ. ഇവിടുത്തെ ബിയർ എല്ലാം അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ ഒരു വീഡിയോയില് ഒരു പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കുന്നത്, ഒരു ജർമ്മൻ ആളെന്നോട് ആദ്യം വന്നിട്ട് ചോദിച്ചത് ബിയർ കുടിച്ചോ എന്നുള്ളായിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് കുടിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ട്രൈ ചെയ്യാന്ന് ഞാൻ ഓർത്തായിരുന്നു. ഞാൻ വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഏതെങ്കിലും കൺട്രി പോകുമ്പോ കുടിക്കാറുണ്ട്. സോ അപ്പൊ ജർമ്മനി വന്നിട്ട് ഇനി ബിയർ കുടിച്ചില്ലാതെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ബിയർ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തില് ചീപ്പാണ് അല്ലേ. അതെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നമ്മള് ചിയേഴ്സിന് പ്രോസ്റ്റ് എന്നാണ് പറയാ. പ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുട്ടിക്കുമ്പോ നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് പ്രോസ്റ്റ് അടിക്കണം. എന്നിട്ട് ഒരു സിപ്പ് എടുക്കും വേണം. വെറുതെ ചിയേഴ്സ് അടിച്ചാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഇവിടെ 7 years ബേഡ് സെക്സ് ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ഒരു. അയ്യോ, ഇത് ആദ്യം പറഞ്ഞില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞതാ, നീ സൂക്ഷിച്ചോ. ഒരു പ്രോസ്റ്റ് അവന്റെ കണ്ണിക്ക് നോക്കണം, എന്നിട്ട് കുടിക്കണം നമ്മൾ. പേര് നല്ല സ്മൂത്ത് അല്ലേ. ഇതാണ് ഇവിടുത്തെ നമ്മളിപ്പോ കുടിക്കുന്നത് അഗസ്റ്റീനർ എന്ന് പറഞ്ഞ ഒരു ബ്രൂവറി, മുൻഷൻ, അതായത് മ്യൂണിക്കിന്റെ തന്നെ ഒതന്റിക് ബിയറാണ്. ഇത് ഓൾഡസ്റ്റ് ആണ്, അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബിയറാണ്, വേൾഡിൽ നമ്പർ 1 ഒരു ബിയറാണ്. പ്ലസ് ഇവിടെ വെള്ളത്തിനേക്കാൾ 1/3 വിലയുള്ളൂ ഈ ഒരു ഗ്ലാസ്. അതെ, ഞാനിവിടെ എന്താ പറയാ ഹോംലെസ് പീപ്പിൾ ആയിട്ടുള്ള കുറെ ആൾക്കാരെ കണ്ടു. അവരുടെ തന്നെ ബിയറാണ് അവരുടെ കയ്യിൽ കുടിക്കാൻ അവര് വെച്ചേക്കുന്നത് അല്ലേ. അതെ അതെ, നമ്മളിപ്പോ വഴിയിലൊക്കെ നടന്നു പോയാലും ഇവിടെ ഈ റെഫ്യൂജീസ് ഒക്കെ അവർക്ക് ഷട്ടറൊക്കെ കൊടുത്തിട്ടുണ്ടാവും, എന്നാലും വഴിയിലൊക്കെ ഇറങ്ങി നടന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ കയ്യിൽ വരെ വെള്ളത്തിന് വരെ നമ്മൾ ബിയറായിരിക്കും വേണം. അപ്പൊ ഇവിടെ അതായത് 500 ml വെള്ളത്തിനൊക്കെ 3 euro കൊടുക്കണം. ഇപ്പൊ 500 ml നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല ബിയറിന് നമ്മള് അതിന്റെ 1/3, 4/1 റേറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബിയർ ചീപ്പറാണ്. ബിയർ ഇവിടുത്തെ ഒരു കൾച്ചറാണ്. വെള്ളം എക്സ്പെൻസീവ് ആണ്, എന്താ പറയാ, കൾച്ചറാണ്. നാട്ടിലെ പോലെ ഒരു സംഭവം നാട്ടില്
കള്ളു കുടിക്കുക ബീർ കുടിക്കുക എന്ന് പറയുന്ന വലിയ എന്തോ ഒരു സംഭവം അല്ലെ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നത്. ഇത് വളരെ നോർമൽ ആയിട്ട് എന്താ പറയാ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ ആ ഒരു ഹാപ്പി ടൈം ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. തിരിച്ച് ഞാൻ റൂമിലെത്തി, ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. സോ ഇനി ഇതാ കിടന്നുറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.